കിനാവിൻ്റെ തീരത്ത് ഭാഗം 53. ആ നേരം കൊണ്ട് അവൻ വാതിലിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറി അലമാരയിൽ ബനിയൻ തപ്പാൻ തുടങ്ങിയിരുന്നു. വാതിൽ തുറന്നതും മുന്നിൽ മാധവിയാണ് അവൾ കണ്ടത്. മോളെ, വണ്ടി ഇട്ടിരിക്കുന്നത് വഴിയിലാണോ? അപ്പുറത്ത് നിന്ന് ശോഭ ചേച്ചി വന്നു. വണ്ടി ഒന്ന് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. ഞാനത് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അടഞ്ഞുകിടന്ന വാതിൽ മുട്ടിയതിലുള്ള എല്ലാ ചടപ്പും അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ സുധിയേട്ടനോട് പറയാമേ. അവൾ അത് പറഞ്ഞതും അവർ അവിടെ നിന്നും പോയിരുന്നു. അവൾ കാര്യം പറഞ്ഞപ്പോഴേക്കും സുധി ബനിയനിട്ട് വണ്ടി മാറ്റാനായി പോയിരുന്നു. ആ പുറകെ അവളും അലമാര തുറന്ന് പഴയൊരു പാവാടയും കോട്ടൺ ചുരിദാറിൻ്റെ ടോപ്പും അണിഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ തകൃതിയായി പണിയിലാണ് അമ്മ. കപ്പ ചെറുതായി അരിയുന്നുണ്ട്. കപ്പ വേവിക്കാനുള്ള പരിപാടിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇനിയിപ്പോൾ ഇതെന്തിനാ അമ്മേ? അവൾ അവിടെ ഇരുന്ന് സവാള എടുത്തുകൊണ്ട് ചോദിച്ചു. ഉച്ചയ്ക്ക് ചോറ് കരുതിയിരുന്നു. പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വലിയ മീൻകറിയും വെച്ചു. ചിക്കൻ മേടിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ അവിടെ കോഴിയില്ലെന്ന്. പിന്നെ കിട്ടിയത് കുറച്ച് എല്ലാണ്. അപ്പോൾ കപ്പയും കൂടി വേവിച്ചാൽ എല്ല് കറിയും കപ്പയും വൈകിട്ടാവുമല്ലോ എന്ന് കരുതി. കാശൊന്നുമില്ലാതെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മീരേ. നിനക്കറിയാത്തത് കൊണ്ടാണ്. ശരിക്കും നിങ്ങൾ വിരുന്നിന് വന്നതാണ്. അപ്പോൾ എത്ര കൂട്ടം കൂട്ടിയാണ് സദ്യ കൊടുക്കേണ്ടതെന്ന് അറിയാവോ? ഇപ്പോൾ അതിന് മാത്രം ഒന്നും ഞാൻ കരുതിയിട്ടില്ല. സുധി വണ്ടി മാറ്റിയിട്ട് വന്നിട്ടുണ്ടാവും. നീ അവൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ നിൽക്കണ്ട. കുഴപ്പമില്ല അമ്മേ. ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് വർത്താനം പറയട്ടെ. മീനുവിനെയും മാധവിയെയും നോക്കി മീര. അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. സുധി ഇവിടെ വിരുന്ന് വന്നതാ. അവനെ അവിടെ ഒറ്റയ്ക്കിരുത്തുന്നത് ശരിയല്ല. നീ സുധിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുക. മാധവി പറഞ്ഞപ്പോൾ അതനുസരിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു. അവനപ്പോൾ ഫോൺ വിളിയിലാണ്. അമ്മയോടാണ് സംസാരിക്കുന്നതെന്ന് അവൻ്റെ ചില മറുപടികളിൽ നിന്നും അവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു. അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ വീട്ടിലോട്ട് വരണ്ടല്ലോ എന്ന് കരുതി ഞാൻ ലച്ചുവിനെ വിളിച്ചിരുന്നു. അമ്മയെ കിട്ടിയില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടേക്ക് വന്നതിൻ്റെ പരിഭവം പറച്ചിലാണ് സതിയെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇവിടോട്ട് ഞങ്ങളിപ്പോൾ വന്നു കയറിയതേ ഉള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടി കയറണമായിരുന്നു. അവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയത്. സുധി എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട്. അവൻ ഫോൺ വിളിച്ചപ്പോഴേക്കും മീര അവനെ ഒന്ന് നോക്കി ചിരിച്ചിരുന്നു. അമ്മയാണോ? വഴക്ക് പറയാണോ? പറയാതെ വന്നതിന് അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവും. അത് കുഴപ്പമില്ല, മാറും. അല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്തെങ്ങും പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നെ കാണുന്നത് കൊല്ലത്തിൽ ഒരിക്കലല്ലേ. അതിൻ്റെ ഒരു പോസസീവ്നെസ്. അവളൊന്ന് ചിരിച്ചു. അല്ല, അമ്മയോട് വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ വിശേഷം പറയാൻ ചെന്നപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു സുധിയേട്ടൻ്റെ അടുത്ത് വന്നിരിക്കാൻ. സുധിയേട്ടൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതല്ലേ, ഒറ്റയ്ക്കിരുത്താൻ പാടില്ലെന്ന്. അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ പാറിയത് വാതുക്കലേക്കാണ്. അത് കണ്ടുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വാതിലടച്ചിരുന്നു. അതേ, നമുക്ക് കുറച്ചു നേരം സ്നേഹിച്ചാലോ? ഒരു കുസൃതിയോടെ കണ്ണിൽ പ്രണയം നിറച്ച് ചോദിക്കുന്നവനെ അവൾ കണ്ണ് ചിമ്മാതെ നോക്കി. പിന്നെ ചിരിയോടെ ആ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തി. ആ നിമിഷം കൊണ്ട് അവൻ്റെ ചുംബനം അവളുടെ മുഖത്തെ മുഴുവൻ കടന്ന് കഴുത്തിലേക്ക് പതിയെ അരിച്ചിറങ്ങി. ആ നിമിഷം രണ്ടുപേരിലും പൊതുവികാരങ്ങൾ സ്ഥാനം പിടിക്കുന്നത് അവരറിഞ്ഞു. അവൻ്റെ താടിരോമങ്ങൾ കഴുത്തിൽ ഇക്കിളി തീർത്ത നിമിഷം അവളിൽ നിന്നും ചെറിയൊരു ശീൽക്കാരം ഉയർന്നു. ആ നിമിഷം അവനൊന്നും ഭയന്നു. പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി ആ മുഖത്തേക്ക് നോക്കി. എന്തേ, വേദനിപ്പിച്ചോ ഞാൻ? ആർദ്രമായി അവൻ ചോദിച്ചു. ഇല്ലെന്ന് അവൾ നാണത്തോടെ തലയാട്ടി. എനിക്ക് പെട്ടെന്നെന്തോ ഇക്കിളി പോലെ. നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നവളുടെ രക്തവർണ്ണമാർന്ന മുഖം തന്നെ അവൻ നോക്കി നിന്നു. തനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തുറന്ന് പറയണം കേട്ടോ. ഇത് സിനിമയിലും കഥകളിലും ഒക്കെ കണ്ടുള്ള പരിചയം എനിക്കുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു പെൺകുട്ടിയുടെ അടുത്തിങ്ങനെ അടുത്തിടപെട്ടിട്ടില്ല. മനസ്സ് തുറന്ന് പറയുന്നവനെ അവൾ നോക്കി. നിഷ്കളങ്കമായ അവൻ്റെ മുഖം കാണുകെ അവനോട് വാത്സല്യമാണ് തോന്നിയത്. പെട്ടെന്ന് അവൾ അവൻ്റെ മുഖം കൈകളിലെടുത്തു. ഏറെ പ്രണയത്തോടെ ആ ചുണ്ടുകളിൽ അവൾ ഒരു ചുംബനം ചാർത്തി. ഒരു നിമിഷം അവനിൽ പുതുവികാരങ്ങൾ നാമ്പിടുന്നത് അവൻ അറിഞ്ഞു. ഇതുവരെ തോന്നാത്ത എന്തോ ഒരനുഭൂതി. അവളുടെ മൃദുലമായ ആദരങ്ങൾ തൻ്റെ ആദരങ്ങളിൽ ഉരസിയ നിമിഷം തന്നിലൂടെ ഒരു തീപ്പൊരി പാറിയതുപോലെ ശരീരം
മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ അകന്നു മാറിയവളെ വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ആ അധരങ്ങളിൽ അവൻ നേർമയായി ചുംബിച്ചു. പതിയെ അവളുടെ അധരങ്ങളെ അവൻ സ്വന്തമാക്കി. ആ അധരമധുരം നുകരാൻ തുടങ്ങി. അവളുടെ ആ തേൻ ചുണ്ടുകളെ നനച്ചുകൊണ്ട് അവൻ ഒരു മാരിയായി. അവൻ തൻ്റെ ചുംബനം അവളിലേക്ക് പെയ്തുകൊണ്ടേയിരുന്നു. രണ്ടുപേരും സ്വയം മറന്നുപോയ നിമിഷമായിരുന്നു. അവളുടെ നീളൻ വിരലുകൾ അവൻ്റെ മുഖത്തിലൂടെ ഓടി നടന്നു. ആ നിമിഷം രണ്ടുപേരും പരസ്പരം ഒന്നാവാൻ ഒരേ മനസ്സോടെ ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേരുടെയും കണ്ണിൽ ആ നിമിഷം പ്രണയത്തിനും അപ്പുറം രതിയുടെ പലവിധ ഭാവങ്ങളും മിന്നിമറഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.